ചരിത്രം വളച്ചൊടിക്കാൻ പറ്റുമോ? ഒടിക്കാൻ പറ്റും. കാരണം ചരിത്രം പല രീതിയിൽ വ്യാഖ്യാനിക്കാം. കാരണം അത് ചരിത്രമാണല്ലോ. ഏറ്റവും കൂടുതൽ ഡൈമെൻഷൻസ് ഉള്ളതും ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഡീകൺസ്ട്രക്ഷൻ നടത്തിയാണ് ചരിത്രത്തിനെ കുറിച്ച് എപ്പോഴും ചരിത്രകാരന്മാരെല്ലാം പുസ്തകങ്ങളും എല്ലാം രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടം പോലെ സ്കോപ്പ് ഉണ്ട് ഇതിനെ എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാനുള്ളത്. അങ്ങനെ ഒരു ടോപ്പിക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ കാരണം തന്നെ കീഴടി ഈ അടുത്ത് ഒരുപാട് ചരിത്രപരമായിട്ടുള്ള എക്സ്കവേഷൻസ് നടത്തി പത്രങ്ങളിലെല്ലാം ഇടം പിടിച്ച ഒരു വലിയ ടോപ്പിക് തന്നെയാണ്. കാരണം നോർത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയെ അട്ടിമറിക്കുന്നു സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന പല വാദങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. സോ ശരിക്കും എന്താണ് ഈ കീഴടി ഇവിടെ നടന്നത്? ഇവിടെ കുറേ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടത്തി ഇവിടെ മൊത്തം കുഴിച്ചെടുത്ത് ഇത്രയും സ്ഥലങ്ങളെടുത്ത് ഇവിടെ വലിയൊരു നഗരം തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്കിതിൽ ശരിക്കും മനസ്സിലാക്കേണ്ടത്? ഇനി ഈ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ഒരു ചരിത്ര അധ്യാപകൻ എന്ന രീതിയിൽ വളരെയധികം സന്തോഷം കൂടെ എനിക്കുണ്ട്. പലപ്പോഴും പുസ്തകങ്ങളിലും പഠിക്കുന്ന നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്സിൽ NCERTസിൽ പോലും എവിടെയോ നോർത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. നമുക്ക് അശോകനെ കുറിച്ചിട്ടും ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചിട്ടും ഹാരപ്പയെക്കുറിച്ചും മോഹൻജദാരോനെ കുറിച്ചിട്ടും വേദങ്ങളെ കുറിച്ചിട്ടും പോസ്റ്റ് മൗര്യൻ സുംഗാസ് കാൻവാസ് ഇൻഡോ ഗ്രീക്സ് കുഷാൻസ് ഷാക്കാസ് പാർത്ഥിയൻസ് എന്നൊക്കെ പറയുന്ന രാജവംശങ്ങളെ കുറിച്ചിട്ടും എല്ലാത്തിനെ കുറിച്ചും നല്ല ധാരണയുണ്ട്. ഹർഷവർദ്ധൻ ഗുപ്ത. ശരിക്കും ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് ഈ കാലഘട്ടത്തിലെല്ലാം നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ എന്താണ് സംഭവിച്ചതെന്നുള്ള പല കാര്യങ്ങളും നമുക്കറിയില്ല. വി ആർ അൺനോൺ അബൌട്ട് ദിസ്. അതൊരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. സംഘം ഏജ് എന്ന് നമുക്കറിയാം. ചേര ചോള പാണ്ഡ്യ അല്ലെങ്കിൽ പിന്നീട് വന്ന ഇമ്പീരിയൽ ചോള രാജരാജ ചോള രാജേന്ദ്ര ചോള വിജയാല ചോള എന്നൊക്കെ പറയുന്ന കുറച്ച് രാജാക്കന്മാരെ കുറിച്ച് അറിയുന്നല്ലാതെ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിൽ നടന്ന കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഇവിടെ സംഭവിച്ചത് എന്താണെന്നുള്ള ഫാക്ടർ നമുക്കറിയുന്നില്ല. അത് മാറ്റിമറിക്കാവുന്ന ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം തന്നെയാണ് കീഴടി നടന്നിരിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പോലും ഇതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ എക്സ്കവേഷൻസിന് തടയിടുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ഇങ്ങനത്തെ കുറേ ആസ്പെക്റ്റുകളും എന്താണ് ഈ ഒരു പഴയ നഗരം, പഴയ കീഴടി എന്ന് പറയുന്ന നഗരം 8th century BC ആണ്. BC AD BC ബാക്കിലേക്ക് വരുന്നത് നമുക്ക് പറയുന്ന പോലെ 8th century BCയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ നഗരത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമുക്കിന്ന് റീകൺസ്ട്രക്ട് ചെയ്യാം. വിത്ത് മീ അർജുൻ R ശങ്കർ, IAS കോണ്ടെക്സ്റ്റിലൂടെ. കീഴടി ചില ഇതിൽ കീഴടി എന്നും കാണാറുണ്ട്, ചില തമിഴ് ഇതിൽ കീഴടി എന്നും എഴുതുന്നുണ്ട്. നമുക്ക് കീഴടി എന്ന് പറഞ്ഞു പോകാം. എങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത്? ഒരു ദിവസം രാവിലെ കുഴിച്ചെടുത്തപ്പോൾ അല്ലല്ലോ നമ്മൾ കണ്ടുപിടിച്ചത് ഇതൊരു പഴയ നഗരമായിരുന്നു എന്നുള്ളത്. നമ്മുടെ കേരളത്തിലെ പല ഭാഗങ്ങളിലും കുഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് റോമൻ കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് നമുക്ക് റോമാക്കാരടുത്തും ഗ്രീക്കുകാരുടെ അടുത്തൊക്കെ ട്രേഡ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംഭവമാണ്. കീഴടി എന്ന് പറയുന്ന സ്ഥലം മധുരയുടെ അടുത്താണ്. വൈഗൈ നദിയുടെ തീരത്ത് 12 കിലോമീറ്ററോളം അവിടെ അടുത്താണ് നമുക്ക് ഈ കീഴടി എന്ന് പറഞ്ഞൊരു സ്ഥലം ഇരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ദിവസം രാവിലെ നമ്മൾ കുഴിച്ചെടുത്തതല്ലല്ലോ. 1970കളിൽ വളരെ പ്രധാനമായിട്ടും അവിടെ ഉള്ള ഒരാൾക്ക് ഒരു പോട്ടറി, നമ്മൾ ഈ കലം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതിനകത്തൊരു പോട്ടറിയിൽ BRW എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്ടറി എന്ന് പറയുന്ന BRW എന്ന് പറയുന്നത്, അതിൽ ബ്ലാക്കും റെഡ് കളറിലുള്ള ഒരു പീസ് നമുക്ക് കിട്ടി. ഇത് അടുത്തുള്ള ആർക്കിയോളജിക്കൽ സ്ഥലത്ത് കൊടുത്തു. പിന്നീട് അത് സീരിയസ് ആയിട്ട് എടുത്തു. വർഷങ്ങൾ കഴിഞ്ഞു. 2012 കാലഘട്ടത്തിനൊക്കെ ശേഷം പിന്നീടാണ് ഇവിടെ ഒരു വലിയ നഗരം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ എക്സ്കവേഷൻസ് ആരംഭിക്കുന്നത്. സോ കീഴടി എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തി തന്നെയാണ് അമർനാഥ് രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥനും കൂടാണ്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ എക്സ്കവേഷൻസിനൊക്കെ വലിയൊരു അർത്ഥം കിട്ടിയത്. അത് ചെറിയൊരു കാര്യമല്ല. അത് നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ എഫേർട്ടിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നത്. ഈ എക്സ്കവേഷൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കറിയാം, ചരിത്രം പഠിക്കാത്ത ആൾക്കാർക്കും അറിയാം, നമ്മൾ ഭൂമി കുഴിച്ച് എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നുണ്ടെന്നുള്ളത്. ഈ കീഴടി തന്നെ പല സീസൺസിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആമസോൺ നെറ്റ്ഫ്ലിക്സിലൊക്കെ സീസൺ 1 സീസൺ 2 എന്നൊക്കെ പറയുന്ന പോലെ സീസൺ 1 സീസൺ 2 സീസൺ 3 സീസൺ 4 അങ്ങനെ പല സീസൺസിലാണ് ഇവരിത് കുഴിച്ച് പല
പല പല സൈറ്റ്സുകൾ എത്തിയത്. അങ്ങനെ കുഴിച്ചെടുക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ കീഴടി മ്യൂസിയം ഉണ്ട്. തമിഴ്നാട് ഗവൺമെൻറ് മ്യൂസിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 20,000-ഓളം വരുന്ന ആർട്ടിഫാക്ട്സ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, പല തരത്തിലുള്ള. അതൊക്കെ നമുക്കിതിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ആണ് ഇതിനകത്ത് നിന്ന് കിട്ടിയത്. അപ്പോൾ നമുക്കിതൊന്ന് മനസ്സിലാവുന്ന വലിയൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഒരു സമയത്ത്, അതായത് കൃത്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ BC AD എന്നൊക്കെ പഠിക്കും. BC ബാക്കിലേക്ക് പോകുന്നതാണെന്നറിയാം. 300, 299, 98 BC ബാക്കിലേക്ക് പോകും. AD നമ്മൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ പോലെ ചരിത്രകാരന്മാർ പറയുന്നത്, ഇവിടെ പറയുന്നത് 8ാം നൂറ്റാണ്ടിൽ 8th century BCയിൽ ഇവിടെ ഒരു വലിയ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. 8th century BC to 6th century BC വരെ വലിയൊരു അർബൻ നഗരം, അർബൻ സിറ്റി. നമ്മൾ മോഹൻജദാരോ, ഹാരപ്പ എന്നൊക്കെ പറയുന്ന പോലെ അർബൻ സിവിലൈസേഷനെ കുറിച്ചിട്ട് പറയുന്ന ഒരു സംഭവം തമിഴ്നാട്ടിലും സൗത്ത് ഇന്ത്യയിലും ഉണ്ട് എന്നുള്ളൊരു വലിയ ഫാക്റ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. ലോക പ്രശസ്തനായിട്ടുള്ള ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ അർണോൾഡ് ടോയിൻബി, അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ വലിയൊരു കാലം മാറ്റിവെച്ചത് ലോകത്തെ പല സിവിലൈസേഷൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിവിലൈസേഷൻ തന്നെയാണ് ഇന്ത്യയിലെ ഇൻഡസ് വാലി, മോഹൻജദാരോ, ഹാരപ്പ എന്ന് പറയുന്നത്. ആ സിവിലൈസേഷൻസിൻ്റെ അത്രയും തന്നെ ഔട്ട്ലുക്ക് വൈസും നമ്മൾ ഇംഗ്ലീഷിൽ പറയും കോസ്മോപൊളിറ്റൻ ഔട്ട്ലുക്ക് ആണെന്ന് പറയുന്ന അത്ര തന്നെ അർബൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു സിവിലൈസേഷൻ നമ്മുടെ സൗത്ത് ഇന്ത്യയിലും ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് പുതിയൊരു കണ്ടുപിടുത്തലായതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അത് ചരിത്രത്തിൽ ഇടം നേടും. അതാണ് കീഴടി എന്ന് പറയുന്നത്. റീസെൻ്റ്ലി അവിടുത്തെ സ്കൾ റീകൺസ്ട്രക്ഷൻ, ഫേഷ്യൽ 3D റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കിലൂടെ അവിടെ നിന്ന് കിട്ടിയ ബോൺസും DNA ഒക്കെ വെച്ചിട്ട് സ്കൾസിൻ്റെ ഫേസ് റീകൺസ്ട്രക്ഷൻ നടത്തി 2 വ്യക്തികൾ, അന്ന് ജീവിച്ചിരുന്ന 2 വ്യക്തികളുടെ ഫേസ് ഈ അടുത്ത് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ എഫേർട്ടിൽ കീഴടിയിൽ നിന്നുള്ള ഫേസ് റീകൺസ്ട്രക്ഷൻ പുറത്തുവിട്ടു. നിങ്ങൾക്ക് പടത്തിൽ കാണുന്ന പോലെ രസകരമായി തോന്നി. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു സംഭവം വരുന്നതുകൊണ്ട് നിങ്ങൾ ആലോചിക്കും, എന്താണ് ഇത്ര കോൺട്രവേഴ്സി എന്നില്ലേ? നല്ലൊരു കാര്യമല്ലേ നമുക്ക് ഇത്രയും വലിയൊരു ചരിത്രമുണ്ടെന്ന് തിരിച്ചറിയുന്നത്? ഇതിലെവിടെയാണ് കോൺട്രവേഴ്സി? അതിൽ കോൺട്രവേഴ്സി ഉണ്ട്. കാരണം സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിവിലൈസേഷൻ അന്നുണ്ട് എന്ന് പറയുമ്പോൾ സംഗം ഏജ് ആണ് നമുക്ക് ഹിസ്റ്ററി ടൈം ലൈൻ അനുസരിച്ച് തന്നിരിക്കുന്നത്. ചരിത്രത്തിൽ നമുക്കൊരു ടൈം ലൈൻ പോലെ കാണാൻ പറ്റും. ഇന്നതിന് ശേഷം ഇന്നത് വന്നു എന്നൊക്കെ പറയുന്നത് സംഗം പീരിയഡ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുസ്തകങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് സംഗം പീരിയഡ് എന്ന് പറയുമ്പോൾ 1ാം സംഘം, 2ാം സംഘം, 3ാം സംഘം. ആദ്യത്തെ 2 മിത്തിക്കലാണെന്ന് പറയപ്പെടുന്നു. ഗോഡ്സും ഗോഡസസും ദേവതകളെല്ലാം എഴുതപ്പെട്ട സംഘമാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അവസാനത്തെ സംഘം പറയപ്പെടുന്നത് 300 BC മുതൽ 300 CE വരെ. അപ്പോൾ 300 തിരിച്ചിപ്പുറത്ത് AD കഴിഞ്ഞ് 300 വരെയാണ്. അതാണ് നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ദ സോ കോൾഡ് ഹിസ്റ്റോറിയൻസ് നമുക്ക് ചാർത്തി തന്നിട്ടുള്ള ചരിത്രത്തിൻ്റെ ടൈം ലൈൻ. പക്ഷേ കീഴടി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയൊരു നെറേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീഴടി വരികയാണെങ്കിൽ നമുക്ക് 8ാം നൂറ്റാണ്ട്, അതായത് 8th century BC തൊട്ട് നമുക്ക് ചരിത്രമുണ്ട്. 8th century BCയിൽ ഒരു അർബൻ സിവിലൈസേഷൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നോർത്തേൺ ഇന്ത്യയിൽ ഹാരപ്പൻ സിവിലൈസേഷൻ കഴിഞ്ഞ് നമ്മൾ 8th century CE എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേദിക് കാലഘട്ടം 1500 BC മുതൽ 1000 വരെ എന്ന് പറയുന്നു. ലേറ്റർ വേദിക് കാലഘട്ടം എന്ന് പറയുന്നത് 1000 മുതൽ 600 BC വരെ പോകുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം വേദങ്ങൾ രചിക്കപ്പെട്ട, അതേ അഥർവവേദ, സാമവേദ, യജുർവേദ, പ്രധാനപ്പെട്ട വേദങ്ങൾ എഴുതിയിട്ടുള്ള കാലഘട്ടമാണ്. എന്ന് പറയുന്നത് ജനപദയായി, മഹാജനപദയായി മാറിയ ആ കാലഘട്ടം. അയൺ കണ്ടുപിടിച്ചു, ആൾക്കാർ ഫോറസ്റ്റ് എല്ലാം, കാടുകളെല്ലാം വെട്ടിനിരത്തി. ഈ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയിൽ വെറും മെഗലിത്ത് കൾച്ചർ ആണെന്ന് പറയുന്ന പ്രീ സിവിലൈസേഷനിൽ ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് നോർത്ത് ഇന്ത്യനെക്കാട്ടും വലിയ ഒരു അർബൻ സിവിലൈസേഷൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഹാരപ്പയെ വെല്ലുന്ന ഒരു സിറ്റി ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യൻസിനും തമ്മിലുള്ള ആ ഒരു സിവിലൈസേഷൻ കോൺഫ്ലിക്റ്റ് ആണ് കീഴടി മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി നമുക്ക് ടൈം ലൈൻ ബേസ് ചെയ്തിട്ടുള്ള ചരിത്രം ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഇത്രയും ഒരു നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ യുദ്ധം നടക്കുമ്പോൾ ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും തമിഴ്നാട് ഗവൺമെൻറ്റും തീരെ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. കാരണം ഇങ്ങനെ ഒരു ചരിത്രം വന്നു തുടങ്ങി. സീസൺ 1, സീസൺ 2, സീസൺ 3 ഒക്കെ ഇത്രയും വർഷം കൊണ്ട് ഇതൊക്കെ കുഴിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിവിടെ എന്ത് കണ്ടെത്തി എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആ ഒരു മനോഹരമായ ആ നഗരം നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്ത് നോക്കാം അവിടെ. അപ്പോൾ ഇതിൽ ഈ കണ്ടുപിടുത്തലെല്ലാം കൊണ്ടുവന്നപ്പോൾ അമർനാഥ് രാമകൃഷ്ണൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ എഴുതി വെച്ചു. കാരണം ഇത്രയും വലിയ ചരിത്രം സൗത്ത് ഇന്ത്യക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചെറിയൊരു പ്രശ്നം ഇവിടെ ക്രിയേറ്റ് ചെയ്തു. പല എക്സ്കവേഷൻസും അവർ നിർത്തിവെച്ചു. കാരണം
ഇതിന് ഇൻഡസ് വാലിയായിട്ട് ബന്ധമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പല എക്സ്കവേഷൻസ് ഇവർ നിർത്തിവെച്ചു എന്ന് മാത്രമല്ല, ഇതൊരു വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് പറഞ്ഞതിന് ശേഷം അവിടെയാണ് മദ്രാസ് ഹൈക്കോർട്ട് ഇടപെട്ടത്. മദ്രാസ് ഹൈക്കോർട്ട് പറഞ്ഞു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, തമിഴ്നാടിന്, ഗവൺമെൻറ് ഓഫ് തമിഴ്നാടിന് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് കണ്ടിന്യൂ ചെയ്യാം. അവരതിൽ മുന്നോട്ട് വന്ന് കണ്ടിന്യൂ ചെയ്തു തുടങ്ങി. അമർനാഥ് രാമകൃഷ്ണനെ മിനിമം ആദ്യത്തെ പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്തു, മൂന്നാമത്തെ പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്തു. വെറും 9 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് 3 പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്തു പല സ്ഥലത്തേക്ക്, ഇന്ത്യയിലെ പല സ്ഥലത്തേക്ക്, അസ്സാമിൽ നിന്നും ഡൽഹിയിലേക്ക്, ഡൽഹിയിൽ നിന്നും നോയിഡയിലേക്ക്. അപ്പോൾ എവിടെയോ ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ നോർത്ത് ഇന്ത്യൻ ചരിത്രം, നമ്മൾ ഇൻഡസ് വാലി എന്ന് പറയുന്ന ചരിത്രത്തിനേക്കാൾ മികച്ച ചരിത്രം സൗത്ത് ഇന്ത്യക്ക് വന്നു കഴിഞ്ഞാൽ ഇതുവരെ എഴുതിയ പുസ്തകങ്ങളെല്ലാം തെറ്റായി പോകുമ്പോൾ അല്ലെങ്കിൽ ചരിത്രം തിരുത്തി എഴുതേണ്ടി വരുമോ എന്നുള്ളൊരു സംശയത്തിന് പുറത്താണ് ഇത് വന്നത്. പക്ഷേ തമിഴ്നാട് ഗവൺമെൻറ് ഇതൊരു ഐഡിയോളജിയുടെ ഭാഗമായിട്ട് അവരുടെ ചരിത്രം, നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ചരിത്രം വലിയ ചരിത്രമാണെന്ന് മുന്നോട്ട് വെച്ചിട്ട് ഇവർ എക്സ്കവേഷൻ കണ്ടിന്യൂ ചെയ്തു. പ്രധാനപ്പെട്ട നമ്മൾ വായിക്കേണ്ട ഒരു റിപ്പോർട്ടാണ് 982 പേജുള്ള അമർനാഥ് രാമകൃഷ്ണൻ്റെ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ അവർ പ്രധാനമായിട്ടും വെച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം 982 പേജ് റിപ്പോർട്ടിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് എഴുതി. അതിനു മുന്നേ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അമർനാഥ് രാമകൃഷ്ണന് പകരം വേറൊരാളെ കൊണ്ടുവന്ന് PS ശ്രീരാമൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് വെറും 500 സ്ക്വയർ കിലോമീറ്റർ മാത്രം കുഴിച്ചതിന് ശേഷം പറഞ്ഞു ഇവിടെ ഒന്നുമില്ല, ഇത് അടയ്ക്കണം, ഇത് പ്രത്യേകിച്ച് വേസ്റ്റ് ഓഫ് ടൈമാണ്, ഇതിനകത്ത് ഒന്നും നേടാനില്ല, ഇൻഡസ് വാലിയായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല എന്ന് രേഖപ്പെടുത്തി അത് അവസാനിപ്പിച്ചു. പിന്നീടാണ് ഈ 982 പേജ് റിപ്പോർട്ട് വരുന്നത്. ഈ റിപ്പോർട്ടിൽ അദ്ദേഹം വളരെ വ്യക്തമായി എഴുതുന്നുണ്ട് 8th century BC, അതായത് സംഗം പീരീഡ് എന്ന് പറയുന്നത് 300 BC വരുന്ന സംഭവത്തിന് തമിഴ്നാടിൻ്റെ ചരിത്രത്തിന് ബാക്കിലേക്ക് വരികയാണെങ്കിൽ 500 വർഷത്തിൻ്റെ ചരിത്രം കൂടെ ഇനിയും പറയാതെ ഉണ്ട്. ആ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒന്നുമല്ല എന്നുള്ളത് ഇദ്ദേഹം രേഖപ്പെടുത്തിയപ്പോൾ ASI പിന്നെയും അത് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം അതിൽ ഉറച്ചു നിന്നു, അദ്ദേഹം അത് എഡിറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ ആംഗിൾ. എന്തായാലും നോർത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ആണോ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ആണോ വലുതെന്നുള്ളത് ഡിബേറ്റിനെക്കാട്ടും ഞാൻ വളരെ രസകരമായി ഈ ടോപ്പിക്കിനെ നോക്കി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര മനോഹരമായ സംഭവങ്ങളാണ് ഇത് റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കീഴടിയിലെ മറ്റു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചിട്ടും അതിനെക്കുറിച്ചിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളൊരു പുരാതന നഗരമൊക്കെ ഡീകോഡ് ചെയ്യുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈജിപ്തിലെ മമ്മികൾ തൊട്ട് എപ്പോഴും ഇത്രയും ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ മോഹൻജദാരോ, ഹാരപ്പ എന്നൊക്കെ പറയുന്ന ലോഥൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അന്നത്തെ ടൗൺ പ്ലാനിങ്, ആ സിവിലൈസേഷൻസിലെ ഗ്രേറ്റ് ബാത്ത് ആണെങ്കിലും ഗ്രാനറി ആണെങ്കിലും അവിടുത്തെ ഫയർ അൾട്ടാറുകളാണെങ്കിലും പ്രാർത്ഥനാ രീതികളാണെങ്കിലും അവിടുത്തെ നഗരം, ഏറ്റവും രസകരമായിട്ടുള്ള റൈറ്റ് ആംഗിൾസിൽ പോകുന്ന റോഡുകൾ, ലാമ്പ് പോസ്റ്റുകൾ, ഈക്വൽ ഇൻ്റർവെൽസിലുള്ള ലാമ്പ് പോസ്റ്റുകൾ, ഇവരുടെ എല്ലാം ഡ്രെയിനേജ് സിസ്റ്റം, വീടുകളിലുള്ള പ്രോപ്പറായിട്ടുള്ള വീടുകൾ, ഡബിൾ സ്റ്റോറി വീടുകൾ, വീട്ടിൻ്റെ മുറ്റത്തുള്ള വെൽസ്, യാത്രകൾക്ക് ഏത് സമയം രാത്രിയിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക്, ക്യാരവൻസിനൊക്കെ ആൾക്കാർക്കൊക്കെ വന്ന് വെള്ളം കുടിച്ചിട്ട് വീട്ടുകാരെ ഡിസ്റ്റർബ് ചെയ്യാതെ പോകാൻ പറ്റുന്ന അത്ര ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു നഗരം, ഒരു അർബൻ സിറ്റി. കാരണം നഗരം മാത്രമല്ല, ഇവരുടെ ട്രേഡിങ്, ഇൻഡസുകാർക്ക് തന്നെ പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ബഹ്റൈൻകാരായിട്ടും മെസ്സപ്പൊട്ടാമിയായിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ ട്രേഡുണ്ട്. ഇതേപോലത്തെ ഇപ്പം ഞാൻ ഇൻഡസിനെ വർണ്ണിച്ച അതേപോലത്തെ ഒരു നഗരമാണ് കീഴടി. അത് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചെറിയ സ്ഥലമൊന്നുമല്ല. അമർനാഥ് രാമകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2013-14 കാലം തൊട്ട് പല സീസൺസിൽ ASI നിർത്തി വെച്ചെടുത്തുനിന്ന് തമിഴ്നാട് ഗവൺമെൻറ് റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണല്ലോ തമിഴ്നാട് ഗവൺമെൻറ് പിന്നീട് മ്യൂസിയം ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിച്ചത്. കാരണം അവരെ സംബന്ധിച്ചോളം ഇത് വിട്ടുകൊടുക്കില്ല, കാരണം അവരുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗം കൂടാണ്. അപ്പോൾ ഇത്രയും റീകൺസ്ട്രക്ഷൻ, ഏരിയ കണക്കിന് ഇത്രയും റീകൺസ്ട്രക്ട് ചെയ്ത് എടുത്തപ്പോഴാണ് അതിൻ്റെ പിക്ചേഴ്സ് നിങ്ങൾ കാണുമ്പോൾ പറയാം, കുഴിച്ചെടുക്കുമ്പോഴാണ് പഴയ നമുക്ക് ചരിത്രം റീകൺസ്ട്രക്ട് ചെയ്യുന്ന പലപ്പോഴും നമുക്ക് ആദ്യം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ പോട്ട്സ് കിട്ടും, പല തരത്തിലുള്ള പോട്ട്സ്. ഈ പോട്ട്സിലെല്ലാം എന്തെങ്കിലുമൊക്കെ കലത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിലെന്ത് ലാംഗ്വേജ് ആണ് എഴുതിയിരിക്കുന്നത്, എന്ത് പടമാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ ഡ്രെയിനേജ് സിസ്റ്റം, വെള്ളം കണക്ട് പോയിരുന്ന നമ്മൾ ചാലുകൾ എന്നൊക്കെ പറയുന്ന എങ്ങനെയാണ് വെള്ളം തിരിച്ചു വിട്ട് ഡ്രെയിനേജ് പോയിരുന്നത്, ഫ്രഷ് വാട്ടർ കിട്ടിയിരുന്നത്, ഇതെല്ലാം കുഴിച്ചപ്പോൾ ഇവിടുന്ന് കിട്ടി. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ അർബൻ സിറ്റിയാണ്, ഒരു അർബൻ സിവിലൈസേഷനാണ്. സംഗം ഏജ് എന്ന് നമ്മൾ തമിഴിൽ പറയുന്ന ആ കാലഘട്ടത്തിൻ്റെ ഒരു കാലഘട്ടമായിട്ട് യാതൊരു മാച്ചും ഇല്ല. ശരിക്കും ഈ കാലഘട്ടത്തിൻ്റെ പാരലൽ നോർത്ത് ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ലേറ്റർ വേദിക് പീരീഡാണ്, അല്ലെങ്കിൽ ലേറ്റർ വേദിക് കാലഘട്ടമാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ അവസാനിച്ചതിന് ശേഷം
അത്രയും വലിയൊരു സിവിലൈസേഷനോ അല്ലെങ്കിൽ അത്രയും വലിയൊരു സിറ്റി ലൈഫോ അർബൻ ലൈഫോ ഒന്നും പിന്നീട് ഇവർക്കുണ്ടായില്ല. ചരിത്രം അത് വളരെ ക്ലീൻ ആയിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ പഠിക്കുന്ന സ്ഥലത്ത് ഇത്രയും കൾച്ചറൽ അല്ലെങ്കിൽ അർബൻ ലൈഫ് ഉണ്ടായിരുന്നില്ല. ആ അർബൻ ലൈഫ് നമുക്ക് അതേസമയം സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇനി പ്രധാനമായിട്ടും ഇവിടുന്ന് കുഴിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പല ടൈപ്പ് ഓഫ് ഇത് കിട്ടി. ഇവർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ടായിരുന്നു. വെള്ളം എത്തിക്കാൻ, ഫ്രഷ് വാട്ടർ എത്തിക്കാനും പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ടെറാക്കോട്ട ജാറുകൾ കിട്ടി. ഡെയിലി ലൈഫിന് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സ്പിൻഡിൽ വോൾസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഒത്തിരി കാര്യങ്ങൾ കിട്ടി. ടോയ്സ് കിട്ടി, ഗെയിംസിന് വേണ്ടിയുള്ള ടോയ്സ് കിട്ടി, പകിട കളിക്കുന്ന പോലത്തെ ഡയസ് കിട്ടി. ഈ ഹോപ്പ് സ്കോച്ച് ടോയ്സ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ കുട്ടികൾ കളിക്കുന്ന പോലത്തെ അതിൻ്റെ സ്റ്റോൺസ് കിട്ടി. നമ്മൾ പല്ലാങ്കുഴി കളിക്കുക എന്നൊക്കെ പറയുന്ന അതേപോലത്തെ കളികളുടെ റെഫറൻസ് ഇവിടെ നിന്ന് കിട്ടി നമുക്ക്. ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ തമിഴ്നാടല്ലേ, ഡെഫിനറ്റ്ലി ആ കാലഘട്ടത്തിൽ കൂടുതൽ ദൈവങ്ങളെ കുറിച്ചിട്ടോ മതം റിലീജിയനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് കുഴിച്ചെടുത്തതിൽ ഏറ്റവും രസകരമായി തോന്നിയ സംഭവം വലിയ ആയുധങ്ങളൊന്നും ഇവിടെ നിന്ന് കിട്ടിയില്ല. സോ പലപ്പോഴും പീസ് ലവിങ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അമ്പലങ്ങളോ അല്ലെങ്കിൽ അമ്പലത്തിനെ സൂചിപ്പിക്കുന്ന പ്രാർത്ഥനാ രീതികളെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആർട്ടിഫാക്റ്റുകളോ ഒന്നും ഇവിടെ നിന്ന് കിട്ടിയില്ല. ഡെയിലി ലൈഫ്, അർബൻ ലൈഫൊക്കെയാണ് കൂടുതലും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിലീജിയനെ ബേസ് ചെയ്തിട്ടുള്ളൊരു നഗരമല്ല, മറിച്ച് ലിറ്ററേച്ചറും ലിറ്ററസിയും ട്രേഡും ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടിയ കോയിൻ, പല ടൈപ്പ് ഓഫ് കോയിൻസ് കിട്ടും. പഞ്ച് മാർക്ക്ഡ് കോയിൻസ് എന്ന് പറഞ്ഞ കോയിനുകളുണ്ട്. റോമൻ കോയിൻസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റോമൻ കോയിൻസ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു ഫാക്ടർ, കേരളത്തിൽ അന്നും നമുക്ക് മുസിരിസും അതേപോലെ ഈവൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നല്ലോ, നമ്മൾ കാന്തല്ലൂർ ശാല എന്ന് പറഞ്ഞ വിഴിഞ്ഞും റോമൻ ട്രേഡും ഗ്രീക്ക് ട്രേഡൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതേപോലെ ഇവിടെയും റോമൻ ട്രേഡ് ഉണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ പല പോർട്സിലും ഇതിലൊക്കെ എഴുതിയിട്ടുള്ള ലാംഗ്വേജ്, ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട സംഭവം. ഇതിൽ എഴുത്ത് രീതി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ബ്രഹ്മിയാണ്, തമിഴ് ബ്രഹ്മിയാണ്. അപ്പോൾ എന്താണ് ഈ ബ്രഹ്മി എന്ന് പറയുന്നത്? ബ്രഹ്മി എന്ന് പറയുന്ന ഏറ്റവും പഴക്കമേറിയ ഒരു സ്ക്രിപ്റ്റാണത്. പിന്നെ പണ്ട് സംസ്കൃതം പ്രാകൃതമൊക്കെ എഴുതിയിരുന്ന, പിന്നീട് ദേവനാഗരി, തമിഴ്, തെലുഗു, ഗുജറാത്തി, ബംഗാളിയൊക്കെ ഇതിൽ നിന്നാണ് വന്നിട്ടുള്ളത് ബ്രഹ്മി. അപ്പോൾ അതേപോലെ തന്നെ ബ്രഹ്മി റിലേറ്റ് ചെയ്തിട്ടുള്ള തമിഴ് ബ്രഹ്മി എന്ന രീതിയിലുള്ള ചില ഇൻസ്ക്രിപ്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റി. പല വാക്കുകളും ഇതിനകത്ത് മെൻഷൻ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. തമിഴ് വാക്കുകൾ പോലെ തന്നെ ഇപ്പോൾ ആത്താൻ, ഉതിരൻ, തീസൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ തമിഴ് ബ്രഹ്മിയായിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ട്. ഒരു ഫേമസ് ഹിസ്റ്റോറിയൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ് വാലി സ്ക്രിപ്റ്റ്. ഇൻഡസ് വാലി സ്ക്രിപ്റ്റ് നോക്കുകയാണെങ്കിൽ അതും അൺഡെസിഫൈഡ് ആണ്. ഇതുവരെ 20 മഹാദേവം പോലത്തെ ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്തെടുക്കാൻ പറ്റിയിട്ട് നമുക്കിപ്പോഴും അത് പൂർണ്ണ രീതിയിൽ വായിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് കീഴടി നിന്ന് കിട്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് എവിടെയോ ഇൻഡസ് വാലിയിലുള്ള ഹാരപ്പ മോഹൻജദാരോയിലെ സ്ക്രിപ്റ്റായിട്ട് ബന്ധമുണ്ട് എന്ന് നമുക്കിവിടെ കരുതാൻ സാധിക്കും. കാരണം അതിൻ്റെ റൈറ്റിംഗ് സിമിലാരിറ്റി കൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇവിടുത്തെ പോട്ടറിയെ കുറിച്ചിട്ട് തന്നെയാണ്. പോട്ടറി എന്ന് പറയുമ്പോൾ ഈ പോട്ടറി ജാറുകളൊക്കെ നമുക്ക് കാണുമ്പോഴാണ് ഇതിൻ്റെ ടൈപ്പ്, നമ്മൾ ഹിസ്റ്ററി തന്നെ BRW, ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, ഓരോ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ PGW, പെയിൻറ്റഡ് ഗ്രേ വെയർ, NBPW, നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻ, ഓരോ പോട്ടറിയും ഓരോ കാലഘട്ടത്താണ്. ഇവിടുത്തെ പോട്ടറിയിൽ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ കാണുന്നുണ്ട്. സോ ഒരു ഏർലി ഹിസ്റ്റോറിക്കൽ പീരീഡ് ആണെന്നും അയൺ ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്ത് അയണിൻ്റെ ഡിസ്കവറി ഉണ്ടായിരുന്ന അതേ സമയത്ത് ഇവിടെ നിന്നും അയൺ ഡിസ്കവർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ പോട്ടറി കാണുമ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും റൂളറ്റഡ് വെയർ. ഇതൊരു തരത്തിൽ റോമൻ പോട്ടറി പോലെ ഇൻസ്പയർ ചെയ്തൊരു പോട്ടറിയാണ് റൂളറ്റഡ് വെയർ. അപ്പോൾ ഇവിടെ നിന്ന് അത് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി റോമൻ സാമ്രാജ്യമായിട്ട് ട്രേഡ് ഉണ്ടെന്നുള്ളതൊരു എവിഡൻ്റ് ആണ്. പിന്നെയുള്ളൊരു വെയർ ഇതാണ് അറട്ടീൻ വെയർ എന്ന് പറയുന്നത്. അതൊരു ഗ്ലോസി റെഡ് പോട്ടറി പോലെയാണ്, അതും റോമൻ പോട്ടറിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പീസസ് നമ്മളെ കാണിച്ചു തരുന്നത് റോമൻ സാമ്രാജ്യമായിട്ട് വലിയൊരു റിലേഷൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സിറ്റിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത്രയും പോപ്പുലറായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നല്ല വീടുകളിലും നല്ല അർബൻ ലൈഫ് ലീഡ് ചെയ്തിരുന്ന ഒരാൾക്കാർ, ഒരു സൊസൈറ്റി ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ സൗത്ത് ഇന്ത്യയുടെ സ്ഥാനം വളരെയധികം മുകളിലാണ്. മറ്റ് സമയം, കാരണം ആലോചിക്കണം, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല ലോക ചരിത്രത്തിലുള്ള പല സിവിലൈസേഷൻസും ഈ കാലഘട്ടത്തിൽ ഇല്ല. നമ്മൾ ഇൻഡസ് വാലി ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പുറത്ത് മെസൊപ്പൊട്ടാമിയയും ഈജിപ്തും ഡിസ്കസ് ചെയ്യുന്ന പോലെ സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ലോകത്ത് തന്നെ ഏറ്റവും പഴക്കമേറിയ ഒരു സിവിലൈസേഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് കീഴടിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങൾ. പിന്നെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തുന്നത് അവിടെ നിന്ന് കിട്ടുന്ന ജെംസ് ആണ്.
ജെംസ് എന്ന് പറയുമ്പോൾ ഇൻഡസ് വാലി, ഹാരപ്പൻ, മോഹൻജദാരോ കാലഘട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു നീല കളർ ലാപ്പിസ് ലസൂലി എന്ന് പറയുന്നത്. അന്ന് ബഡാക്ഷാൻ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന് വരുന്ന റീജിയനാണ് ഇത് വന്നിരുന്നത്. സോ ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റോണാണ്, അന്നത്തെ വളരെ പ്രഷ്യസ് സ്റ്റോണാണ്. അതേപോലെ തന്നെ കാർണേലിയൻ, അഗാറ്റ്, ക്വാർട്സ് എന്ന് പറയുന്ന എല്ലാം, അമേത്തിസ്റ്റ്, ഇതൊക്കെ കീഴടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഡിസ്റ്റന്റ് ട്രേഡാണ്. ഇനി ഇതിൻ്റെ മതം, ഇവിടെ റിലീജിയൻ ആയിട്ടുള്ള സംഭവങ്ങളില്ല. കാരണം സംഘം പീരീഡ് എന്ന് പറയുമ്പോൾ, സംഘം ചരിത്രകാലത്ത് നമ്മൾ അവിടുത്തെ റിലീജിയൻ പഠിക്കുമ്പോൾ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും മുരുകൻ ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഡീറ്റിയാണ്. മുരുകൻ, അതേപോലെ കൊട്രവൈ, അതൊരു വാർ ഗോഡസ് ആണ്. മായോൻ, വിഷ്ണുവിൻ്റെ ഒരു രൂപം പോലെ കാണപ്പെടുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിന്ന് വന്നപ്പോൾ ഇതിനെക്കുറിച്ചുള്ള റെഫറൻസ് ഒന്നും ഇവിടെ നിന്ന് കുഴിച്ചപ്പോൾ നമുക്ക് എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ വേറൊരു വിഭാഗം ഹിസ്റ്റോറിയൻസ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ റിലീജിയൻ ഇല്ലെന്നല്ല, ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇതെല്ലാം റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ചരിത്രത്തിൽ. എന്താണ് ഈ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു സ്പിയർ കിട്ടിയിട്ടുണ്ട്, ഒരു സ്പിയർ കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ ആ സ്പിയർ എന്ന് പറയുന്നത് മുരുകൻ്റെ വെയിലായിരിക്കാം, ഒരു മരത്തിൻ്റെ ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ കൊട്രവൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കാം. കാരണം ആദ്യകാലത്ത് സീക്രട്ട് ഗ്രൂവ്, നമ്മുടെ കാവുകൾ എന്നൊക്കെ പറയുന്ന അതേപോലത്തെ പ്രാർത്ഥനാ രീതികളായിരിക്കും ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. എന്തായാലും മതത്തിൻ്റെ പേരിലോ റിലീജിയൻ്റെ പേരിലോ അല്ല ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ അർബൻ ലൈഫിനും അതിൻ്റെ ഒരു സിവിലൈസേഷണൽ ബ്യൂട്ടിയിലാണ് നമ്മൾ ഈ കീഴടി എന്ന് പറയുന്ന സ്ഥലം ഓർക്കുന്നത്. എന്തായാലും ചരിത്രം, ഇനി ചരിത്രകാരന്മാരത് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഡിബേറ്റ് എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളഞ്ഞാലും ഇല്ലെങ്കിലും ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അറിവാണ് കീഴടി എന്ന് പറയുന്നത്. നമ്മുടെ ചരിത്രം റീഡിഫൈൻ ചെയ്ത ഒരു വലിയ ഒരു ഏട് തന്നെയാണ് കീഴടി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇനിയുള്ള സൗത്ത് ഇന്ത്യയിലെ കേരള, കർണാടക, തമിഴ്നാട് എന്ന മറ്റ് സ്ഥലങ്ങളും കൂടെ നമുക്ക് ഇതേപോലെ എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ മറ്റ് വശങ്ങളും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ജസ്റ്റ് എ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറയുന്നത്. ഇത് വെറും ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ്. ഇതിലും വലിയ സിവിലൈസേഷൻ ചരിത്രവും നമുക്കുണ്ടാവും. സോ ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ചരിത്രം വളച്ചൊടിച്ചാലും ഇല്ലെങ്കിലും ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഐ എം അർജുൻ ആർ ശങ്കർ.